ഗൈസ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു 4 മണി പലഹാരമാണിത്. ഇതിന് വെറും കുറച്ച് കാര്യങ്ങൾ കൂടി മതി. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതിലുള്ളത്. ആദ്യം തന്നെ ഒരു മുട്ടയുണ്ട്. ആ മുട്ടയും ഒരു ഇച്ചിരി ആട്ടമാവുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പും എടുത്തിട്ടുണ്ട്. അതോടൊപ്പമാണ് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും. ഇത്രയും കാര്യങ്ങൾ മാത്രം മതി നമുക്കൊരു ഡിഷ് ഉണ്ടാക്കാൻ. പിന്നെ വെളിച്ചെണ്ണയും. ഇത്രയും മാത്രം മതി നമുക്കൊരു ഡിഷ് ഉണ്ടാക്കാൻ. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ വീട്ടിലനുസരിച്ചുള്ള മാവാണ് ആദ്യം തന്നെ എടുക്കേണ്ടത്. ഈ മാവിലോട്ട് നമുക്കൊരു കോഴിമുട്ട പൊട്ടിച്ചെടുക്കാം. നമുക്കിനി ഒരു കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. നമ്മൾ വേണ്ട ഒരു കോഴിമുട്ട ഇതിലേക്ക് നിങ്ങളുടെ വീട്ടിൽ അനുസരണം വെച്ച് വേണം കോഴിമുട്ടയും മാവും എല്ലാം എടുക്കാൻ. നമ്മൾ എന്നിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഒന്ന് കോഴിമുട്ട ഈ മാവിലേക്കൊന്ന് നന്നായിട്ടൊന്ന് ഇതായി വരാൻ വേണ്ടിയാണ്. നമ്മളങ്ങനെ ഇളക്കി ഒരു ഇതാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ മഞ്ഞപ്പൊടിയാണ്. ഇതിൻ്റെ മെയിൻ ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ പറയാം മഞ്ഞപ്പൊടി. ഈ മഞ്ഞപ്പൊടി നമുക്ക് ഇച്ചിരി ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് നമ്മുടെ സ്പൂണിനെ അങ്ങ് മാറ്റി വെച്ചിട്ട് കൈ കൊണ്ട് ഇളക്കാം. എന്നാലേ നന്നായിട്ട് ഇത് കിട്ടും. ഇവിടെ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതാക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ കുരുമുളക്, ഈ മല്ലിപ്പൊടിയാണ്. ഈ മല്ലിപ്പൊടിയുടെ കൂട്ടത്തിൽ ഇച്ചിരി ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി, ഇത്രയും കാര്യങ്ങൾ കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇങ്ങനെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുന്ന ഇതിലേക്ക് നമ്മളിങ്ങനെ യോജിപ്പിച്ചെടുത്തേക്കുമല്ലേ, ഇതിലേക്ക് ഇനി നമ്മൾ ഒഴിക്കേണ്ടത് വെളിച്ചെണ്ണയാണ്. അതുകൊണ്ട് ഇതിലേക്ക് ഇനി ഒഴിക്കേണ്ടത് ഇച്ചിരി വെളിച്ചെണ്ണയാണ്. ഞാൻ അന്നേരം എൻ്റെ കൈയൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് തുറക്കാൻ എന്തൊരു പാടാണ് ഗൈസ്. നമ്മളിങ്ങനെ ഇതിലേക്ക് വെളിച്ചെണ്ണ ഇത് ഒഴിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ കുഴയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിലോട്ടൊന്നും ആവാതിരിക്കാൻ നമ്മൾ ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. നിർത്തിയോ? ഇനി നമുക്ക് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഈ മാവും ഇതും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി കിട്ടാനാണ്. നമുക്ക് ഇതും മാവും ഏറ്റവും കൂടി ഒന്ന് കുഴച്ച് ഇതാക്കിയതുപോലെ ആക്കിയെടുക്കാം. അതുകൊണ്ട് ഇപ്പം ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചതാണ്. ഈ ഒരു മഞ്ഞ കളറിലേക്ക് ഇതാകുന്നിടം വരെ നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. ഇതിൻ്റെ ഏകദേശം നമുക്ക് ഇനിയും കുറച്ചുകൂടി മുളക് പൊടി വേണം. ഇച്ചിയും കൂടി മുളക് പൊടി ഇട്ട് ഇളക്കി നമ്മൾ ഒരു മഞ്ഞ കളർ. ഇതിന് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിതിന് ഈ വെള്ളം വേണ്ട. നിങ്ങൾ അതനുസരിച്ച് വേണം ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്കങ്ങ് നഷ്ടപ്പെടും. ഇതിന് വെള്ളം ഒന്നും വേണ്ട. അതുകൊണ്ട് നമുക്ക് ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഒരു മുട്ട മാത്രം മതി. ഒരു മുട്ടയുടെ ആ ഒരു ഇത് വെച്ച് ആണ് നമ്മൾ മുട്ടയും എണ്ണയും വെച്ചാണ് ഇത് മെയിനായിട്ട്. മുട്ട എണ്ണയാണ് ഇതിലുള്ളത്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നിർത്താം. നമ്മളിതാണ്ട് ഇങ്ങനെ ഇപ്പം ഇത്രയും നന്നായിട്ട് കുഴച്ച് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഇനി നമുക്കിതിങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഒന്ന് ഉരുട്ടി കുറച്ച് ബോൾസ് ആക്കി ഇതിനകത്തേക്ക് വെക്കാം. ഞാനൊരു കുഞ്ഞു പാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം നമ്മുടെ ഈ കുഞ്ഞു പാത്രം മതി ഇത് ആക്കാൻ. കാരണം ഇത് ഇച്ചിരി ഉള്ളതുകൊണ്ട് നമുക്കൊരു കുഞ്ഞു പാത്രം മതി ഇതാക്കാൻ. നമ്മളിതാണ്ട് ഇങ്ങനെ ഉരുട്ടി വെക്കുകയാണ്. ഇത് നിങ്ങൾ പ്രത്യേകം ഇതിൻ്റെ രുചി വരുന്ന ആ വെള്ളം ചേർക്കാത്തതിനാണ്. വെള്ളം ചേർക്കാത്തതുകൊണ്ട് ഇത് നല്ല രുചിയായിരിക്കും. നമുക്കിനി നന്നായിട്ട് ഉരുട്ടി ഇതാക്കി എടുക്കാം. നമ്മൾ എല്ലാം അങ്ങനെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു ഇച്ചിരി എണ്ണ ഇതിൻ്റെ മണ്ടയിലേക്ക് ഇങ്ങനെ തടവി കൊടുക്കുക. ഇച്ചിരി എണ്ണ എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ നല്ല ഇത് കിട്ടാനാണ്. പറഞ്ഞാൽ നന്നായിട്ട് മൊരിഞ്ഞ് ഇതാവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ എണ്ണ പുരട്ടി കൊടുക്കുന്നത്. ഇച്ചിരി ഇച്ചിരിയായിട്ട് എണ്ണ
നമ്മുടെ ഈ ഒരു ബോൾസിലേക്ക് പുരട്ടുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. അന്നേരം നമ്മൾ ഒരുമിച്ചിട്ടാലും ഒന്നും ഒട്ടിപ്പിടിക്കത്തില്ല. ഇങ്ങനെ നമ്മൾ ഊട്ടി താണ്ടി ഈ ഒരു പരുവമാക്കിയിട്ടുണ്ട്. നമ്മളങ്ങനെ താണ്ടി ഇനി എണ്ണ ചൂടാവാൻ വെക്കാൻ പോവാണ്. നമ്മൾ താണ്ട് അങ്ങനെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇച്ചിരി എണ്ണ മതി. ഇത് വറക്കാനായിട്ട് ഇച്ചിരി എണ്ണയുടെ ആവശ്യമുള്ളൂ. നമ്മുടെ ഇതനുസരിച്ച് ഇരിക്കും. അതായത് പതിയെ കുറച്ച് വെക്കതി. ഇങ്ങനെ നമ്മുടെ എണ്ണ ചൂടായി വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിരുന്ന നമ്മുടെ ആ ബോൾസ് ഓരോന്നായി ഇങ്ങനെ പതിയെ പതിയെ ഇട്ട് കൊടുക്കാം. എളുപ്പമില്ല. നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പുക വരുന്നുണ്ട് ഗൈസ്. ഇങ്ങനെ നമ്മൾ അന്നേരം എണ്ണ തേച്ച് വെക്കുന്നതുകൊണ്ട് ഇത് ഒട്ടിപ്പിടിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ഒത്തിരി എണ്ണ ഇതുപോലെ അങ്ങ് ഇടാം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ട്രിപ്പിൽ പകുതി ഇട്ടാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇത് വേകുന്നുണ്ട്. നമുക്ക് എന്നേരം ഇത് തിരിച്ചും മറിച്ചും എല്ലാം ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇന്ന് പുറം കണ്ട തിരിഞ്ഞും മറിഞ്ഞും വീഴുമ്പോൾ എന്തോ പോലെയാവും നമ്മുടെ പുറം. പക്ഷെ ഒടുക്കത്തെ ടേസ്റ്റാണ്. ഇനിയും ഇതൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചും ഇതിൻ്റെ ഉള്ളെല്ലാം ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. അതാണ് ഇതിൻ്റെ മെയിൻ. അതാണ് നമ്മൾ അവസാനം തന്നെ ഈ ഒരു കളറിലേക്ക് ആവുമ്പോൾ തന്നെ ഇത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ അടുത്ത ട്രിപ്പാണ് ഈ ഇടുന്നത്. ഇത് ഞാൻ എൻ്റെ വീട്ടിലുള്ള ആൾക്കാരുടെ അനുസരിച്ചാണ് ഈ ഇടുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആൾക്കാരുടെ അനുസരിച്ച് വേണം. ഇങ്ങനെ ഇത് തീർന്നിട്ടുണ്ട്. ഈ ഒരു ട്രിപ്പിൽ നമ്മൾ വേണം. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഇത് വെന്തോണ്ടിരിക്കുവാണ്. ഇനിയും കണ്ട് ഇനിയും നമുക്ക് ആവാണ്ട്. ഇനി ഈ ഒരു കളറാകുമ്പോൾ ആരും എടുക്കില്ല. ഞാൻ പ്രധാനമായും പറയാൻ, ഈ കളറാകുമ്പോൾ വേഗം എടുക്കുന്ന ഒരാളുണ്ട്. അങ്ങനെ നമുക്ക് ഇനിയും അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പം ഈ ഒരു കളറിലേക്ക് ആകുമ്പോൾ നമ്മളിതിനെ ഞെക്കി നോക്കുമ്പോൾ കട്ടിയാണെങ്കിൽ നമുക്ക് എടുക്കാം. അങ്ങനെ ഇത് വെന്തിട്ടുണ്ട്. നമുക്കിനി എടുക്കാം. അങ്ങനെ നമ്മൾ ഒത്തിരി നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഡിഷ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ ഇത് കടിക്കാൻ കൊടുത്തു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അവൻ പറയൂ. സൂപ്പറാ. അങ്ങനെ സൂപ്പറാണെന്ന് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നാൽ അടുത്ത വീഡിയോ വരുന്നതിനും വരെ ബൈ ബൈ.